ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ പ്രണവ് മോഹൻലാലിന്റെ സിനിമ കാണാൻ വേണ്ടി പോവാണ്. ഡൈസറാ കുറെ ദിവസമായി സിനിമ കാണാൻ വേണ്ടി പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ചാണ്ട് നീണ്ടുപോയി. അപ്പൊ സിനിമയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഒരു വിധമൊക്കെ ഞാൻ കണ്ടായിരുന്നു. ചിലർ പറഞ്ഞു ഒരുപാട് പേടിക്കാണ്ട്, ചിലർ പറഞ്ഞു വലിയ കഥയൊന്നുമില്ല, ഒരു ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ കാണുന്നതിന്റെ ചെറിയൊരു ഫീല് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണെങ്കിലും നമ്മുടെ പ്രണവ് മോഹൻലാലിന്റെ ആ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 3:20 ഷോ. നമ്മുടെ ഒബ്രമാളി വെച്ചിട്ടാണ് സിനിമ. അപ്പൊ എന്തായാലും ആ സിനിമ ഒന്ന് കാണണം. കാരണം എനിക്ക് ഹൊറർ മൂവീസ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതിപ്പോ ഇംഗ്ലീഷ് മൂവീസ് ആണെങ്കിലും തമിഴാണെങ്കിലും മലയാളം ആണെങ്കിലും ഞാൻ കാണും. അപ്പൊ ഈ പടം തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. അപ്പോ കാണാൻ വേണ്ടി പോവാണ്. ചില റിവ്യൂസ് ഒന്നും കണ്ടപ്പോ പലരും പല രീതിയിലാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ പറയുന്ന രീതി തന്നെയാണോ അതോ അതിലും കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ആ സിനിമ കാണുന്നത് വേണം. അപ്പോൾ പോവാണ് സിനിമക്ക്. സിനിമ കണ്ടിട്ട് ആ സിനിമയുടെ അഭിപ്രായമായിട്ട് ഞാൻ വരാം. അപ്പോ ഷോ കണ്ടിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം കേട്ടോ. ഗായ്സ്, അങ്ങനെ നമ്മൾ സിനിമ കണ്ടു, നമ്മുടെ പ്രണവ് മോഹൻലാലിന്റെ. പക്ഷേ പടം എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാല് പടം വലിയ ഹൈപ്പിനുള്ള ഒരു പടമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ചിലർ പറഞ്ഞു ഭയങ്കരമായിട്ട് പേടിക്കും, പിന്നെ ഹാഫ് ടൈമിന് ശേഷം ഒക്കെ ഭയങ്കര സംഭവമാണെന്നൊക്കെ ഉള്ള ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത്ര ഹൈപ്പൊന്നുമില്ല. ഒരു വൺ ടൈം കാണാൻ പറ്റുന്ന ഒരു ജസ്റ്റ് ഒരു നോർമൽ ഒരു ഹൊറർ മൂവി അത്രയാണ് ഈ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ അതിന്റെ സൗണ്ട് എഫക്റ്റും പിന്നെ പിക്ചർ ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ പ്രണവ് മോഹൻലാൽ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ മധു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്ത ഒരാളുണ്ട്, അങ്ങേരും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ചില സീനുകളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ നമുക്ക് പേടിയൊന്നും അങ്ങനെ വരുന്നില്ല. ആകെ ഒരു ലേശം ഒരു ചെറിയൊരു സീനുകൾ മാത്രമാണ് ഭയങ്കരമായിട്ട് ഒരു പേടിയല്ല, ജസ്റ്റ് ഒന്നൊരു ഞെട്ടൽ പോലത്തെ ഒരു സീൻ മാത്രം വന്നുള്ളൂ. വേറെ ഒന്നും ഈ സിനിമയിലില്ല. പിന്നെ ഈ സിനിമയില് ലാസ്റ്റ് സമയത്ത്, അതായത് ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഭൂതകാലത്തിലെ ഒരു ചെറിയൊരു സംഭവം വരുന്നുണ്ട്, ഭൂതകാല മൂവീസിന്റെ. അപ്പോ എനിക്ക് തോന്നണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയാ, എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു പടം എന്ന് പറയുന്നത് ഭൂതകാലം തന്നെയായിരുന്നു കേട്ടോ. ഭൂതകാലം കണ്ട സമയത്ത് ഞാൻ നല്ലോണം പേടിച്ചിട്ടുണ്ട്. അതില്ല എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ ഒറ്റയ്ക്കിരുന്ന് കണ്ടൊരു സിനിമ കൂടി തന്നെയായിരുന്നു അത്. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് ഭയങ്കരമായിട്ട് ഒരു കോടിത്തരിപ്പും ഉള്ളിലൊരു പേടിയും, അത് കഴിഞ്ഞപ്പോൾ ഒന്ന് അടുത്ത റൂമിലോട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ആ ഭൂതകാല സിനിമ കണ്ടപ്പോൾ. ഈ സിനിമയിൽ പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറി, അതില് ചെറിയ രീതിയിലുള്ള ഒരു ഹൊറർ സീക്വൻസ് അങ്ങനെയൊക്കെയാണ് ഈ സിനിമയിലുള്ളൂ. ഭയങ്കര ഹൈപ്പ് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഒരു വൺ ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു സിനിമ എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ ഒരു സിനിമയെ കുറിച്ച് പറയാനുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി, പിക്ചർ ക്വാളിറ്റി, ആർട്ട് വർക്ക് കാര്യങ്ങളൊക്കെ രസമായിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അതായത് ഒരുത്തൻ താഴെ വീണതിന് ശേഷം അവന്റെ കാലൊടിയണതും തലടിച്ച് വീണതും അങ്ങനത്തെ കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഹൊറർ സീനാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കിട്ടിയെന്ന് തോന്നൂല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. പിന്നെ കഥ ഞാൻ പറഞ്ഞില്ല, കഥ വളരെ സിമ്പിൾ ആണ്. ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചെടുക്കാം, എന്തിനായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത്, എന്തിനായിരുന്നു അവൻ അങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ചെടുത്തെങ്കിലാണ് സിനിമ ഫുള്ളായിട്ട് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എന്തായാലും ഒരു വൺ ടൈം കാണാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു ഹൊറർ മൂവി ആയിട്ടാണ് ഈ ഒരു സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടുവരായിരിക്കും ഒരുപാട് ആൾക്കാർ. അപ്പോൾ എന്തായാലും കാണാത്തൊരു ഒരു വട്ടം പോയി ഷുവറായിട്ട് പോയിരുന്ന് കണ്ടോളൂ. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ മൂവി തന്നെയാണ്. കണ്ടവരൊക്കെ എന്തായാലും എനിക്ക് അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.